എല്ലാവർക്കും നമസ്കാരം. 4ാം ക്ലാസ്സിലെ പരിസര പഠനം പക്ഷികളുടെ കൗതുക ലോകം നവംബർ 19 തീയതിയിലത്തെ ആക്ടിവിറ്റീസാണ്. ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു പദസൂര്യൻ പൂർത്തിയാക്കാനായിരുന്നു. പക്ഷികളുടെ ആഹാരം എന്തൊക്കെയാണ് പക്ഷികൾ ആഹാരമായിട്ട് കഴിക്കുന്നത്? മണ്ണിര, ധാന്യങ്ങൾ, പ്രാണികൾ, പുഴുക്കൾ, പഴങ്ങൾ, തേൻ, മീൻ, ഇലകൾ ഇവയൊക്കെ പക്ഷികൾ ആഹാരമാക്കാറുണ്ട്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം ഇതായിരുന്നു. പട്ടിക പൂർത്തിയാക്കാം. ചില നമുക്കറിയാവുന്ന പക്ഷികളുടെ പേരുകൾ ആദ്യം എഴുതുക. അതിനുശേഷം അവയുടെ ഇര പിടിക്കുന്നതിനും സഞ്ചരിക്കുന്നതിനും സഹായിക്കുന്ന എന്തെല്ലാം ശാരീരിക പ്രത്യേകതകളാണ് പക്ഷികൾക്കുള്ളത്, അവയ്ക്കുള്ള അനുകൂലനങ്ങൾ എന്തൊക്കെയാണ് എന്നിവ ചേർത്തിട്ട് നമുക്കൊരു പട്ടിക പൂർത്തിയാക്കണം. അപ്പോൾ ചില പക്ഷികളെയും അവയുടെ അനുകൂലനങ്ങളും അവയുടെ ശാരീരിക പ്രത്യേകതകളും നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ പക്ഷി മണൽക്കോഴി. മണൽക്കോഴിയുടെ ശാരീരിക പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നീണ്ടു വളഞ്ഞ കൊക്കുകളാണ് മണൽക്കോഴിക്കുള്ളത്. അവയ്ക്ക് എന്തൊക്കെ അനുകൂലനങ്ങളുണ്ട്? ജലാശയങ്ങളിലെ മണൽ, ചെളി എന്നിവയിൽ നിന്നും ചെറുജീവികളെപ്പോലും കൊത്തിയെടുക്കാൻ കഴിയുന്ന ഒരു അനുകൂലനമാണ് മണൽക്കോഴിക്കുള്ളത്. രണ്ടാമത്തെ പക്ഷി ഏതാണ്? തേൻകുരുവി. തേൻകുരുവിക്ക് ചെറിയ കുഴലാകൃതിയിൽ നീണ്ടു വളഞ്ഞ കൊക്കാണുള്ളത്, അല്ലേ? അപ്പോൾ എങ്ങനെ അതിനെ സഹായിക്കും? പൂക്കളിൽ നിന്ന് തേൻ കുടിക്കാൻ അനുയോജ്യമായ കൊക്കാണ്. അതുപോലെ വായുവിൽ പറന്നു നിൽക്കാനും അവയ്ക്ക് കഴിയുന്നുണ്ട്. മൂന്നാമത്തെ പക്ഷി കാട്ടുതാറാവ്. അവയ്ക്ക് നീണ്ടു പരന്ന ചിറകുകളാണല്ലേ. അതുപോലെ പറക്കുന്നതിന് അനുയോജ്യമായ ശരീരാകൃതിയുമുണ്ട്. പറക്കുമ്പോൾ കാലുകൾ മടക്കി ഒതുക്കി വയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ അനുകൂലനം. മാത്രമല്ല, പറക്കുമ്പോൾ മാത്രം വിരിക്കാൻ കഴിയുന്ന ചിറകുകളും വായുവിൽ ഉയർന്നു പൊങ്ങാൻ സഹായിക്കുന്ന ചിറകുകളും അവയുടെ അനുകൂലനങ്ങളാണ്. അടുത്തത് വർണ്ണക്കൊക്ക്. വർണ്ണക്കൊക്കിൻ്റെ ശരീര പ്രത്യേകത നീണ്ട വലിയ കൊക്കുകളാണല്ലേ. അവയുടെ അനുകൂലനങ്ങൾ എന്തൊക്കെയാണ്? വെള്ളത്തിൻ്റെ ആഴത്തിൽ നിന്ന് പോലും മീൻ പിടിക്കാൻ സഹായിക്കും. കൊക്കുകൾ നീണ്ടിരിക്കുന്നത് കാരണം അതിന് തല വെള്ളത്തിലേക്ക് മുക്കാതെ തന്നെ മീൻ പിടിക്കാൻ സാധിക്കുന്നുണ്ട്. അടുത്താണ് താമരക്കോഴി. താമരക്കോഴിക്ക് നീണ്ട വിരലുകളാണല്ലേ. അതിനെ എങ്ങനെ സഹായിക്കും? ജലനിരപ്പിലെ പൊങ്ങിക്കിടക്കുന്ന ഇലകളിൽ ചവിട്ടി നടക്കാൻ ഇവയുടെ നീളമുള്ള വിരലുകൾ ഇവയെ സഹായിക്കുന്നുണ്ട്. അടുത്തതാണ് മോതിരത്തത്ത. മുന്നിലേക്കും പിന്നിലേക്കും വിരലുകൾ, കൂർത്ത് വളഞ്ഞ നഖങ്ങൾ എന്നിവയാണ് മോതിരത്തത്തയുടെ ശരീര പ്രത്യേകതകൾ. അവയ്ക്കതെങ്ങനെ പ്രയോജനപ്പെടുന്നു? വിരലുകൾ കൂട്ടിച്ചേർത്ത് മരക്കൊമ്പുകളിൽ ബലമായി പിടിച്ചിരിക്കാൻ കഴിയുന്നു. അപ്പോൾ ഇത്രയായിരുന്നു പക്ഷികൾ, അവയുടെ ശരീര പ്രത്യേകതകൾ, അനുകൂലനങ്ങൾ എന്നിവ. ഒരു പ്രവർത്തനം കൂടിയുണ്ട്. അത് പാഠപുസ്തകത്തിൽ തന്നിട്ടുള്ള പ്രവർത്തനം തന്നെയാണ്. പക്ഷികളുടെ കൊക്കുകളും കാലുകളും തമ്മിൽ ബന്ധിപ്പിക്കണം. നമുക്കറിയാമല്ലോ, താറാവ്, പരുന്ത്, കൊക്ക് ഇവ മൂന്നും തന്നിട്ടുണ്ട്. താറാവിൻ്റെ പാദങ്ങളുടെ പ്രത്യേകത എന്താണ്? അത് ചർമ്മബന്ധിതമാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അല്ലേ? രണ്ടാമത്തത് പരുന്താണല്ലേ. പരുന്തിന് നല്ല കൂർത്ത് വളഞ്ഞ നഖങ്ങളുള്ള പാദങ്ങളാണ്. അടുത്തത് കൊക്കിനാണെങ്കിലോ നല്ല നീണ്ട കാലുകളാണ് കൊക്കിനുള്ളത്. അവ ജലാശയങ്ങളിൽ ഉറപ്പിച്ചു നിർത്തി മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊക്കിന് നല്ല നീണ്ട കാലുകളാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് യോജിപ്പിക്കാം. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ ആക്ടിവിറ്റീസ്. പുതിയൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക്